ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് 2025ലെയും അതുപോലെ തന്നെ 24ലെയും 23ലെയും +2 ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എന്താ പറയുക വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. മീൻസ് 2, 3, 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ എന്താണ് ഇത്, ഞാൻ ആക്ച്വലി ജോഗ്രഫി പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സോഷ്യോളജി ആയിരുന്നു. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് വേറെ വീഡിയോ ഒന്നും ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോഷ്യോളജി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതാണ് കാര്യം. ദെൻ നമുക്ക് എന്തായാലും ഇതിൽ നോക്കാം. നിങ്ങൾ കുറച്ച് പേരിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ ഇതിലിപ്പോൾ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഗ്രീൻ റെവല്യൂഷനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മിനറൽസ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പോട്ട്സിനെ പറ്റിയിട്ട്, പോട്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള പോട്ട്സിൻ്റെ ഡിവിഷനാണ് ചോദിച്ചിട്ടുള്ളത്. 10ാമത്തെ ചോദ്യമാണെങ്കിൽ ഡിഫറെൻറ്റ് മൈനിങ് മെത്തേഡ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, യെസ്, 11ാമത്തെ ചോദ്യം, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റീജിയണൽ ആൻഡ് സോഷ്യൽ ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ടാർഗറ്റ് ഏരിയ ആൻഡ് ടാർഗറ്റ് ഗ്രൂപ്പ് അപ്രോച്ചസ് ടു പ്ലാനിംഗ്. ഐഡൻറ്റിഫൈ 4 എക്സാമ്പിൾസ് ഓഫ് ടാർഗറ്റ് ഏരിയ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. പ്ലാനിംഗ് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടാർഗറ്റ് ഏരിയ പ്രോഗ്രാമിന് എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ ഡിഫൈൻ ടെക്നോപോളിസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എനി 2 ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സെറ്റിൽമെൻറ്റ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൂറൽ സെറ്റിൽമെൻറ്റ്സും അർബൻ സെറ്റിൽമെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസസ് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കുറച്ച് ദിവസം മുന്നേ ആണ് ചെയ്തത് ജോഗ്രഫിക്ക് വേണ്ടിയിട്ട്. ഒരു 10 ക്വസ്റ്റ്യൻ എങ്ങാണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുപോലെ PYQs നോക്കി. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത് എഴുതിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൂടി നിങ്ങൾക്ക് എന്താണ് മേ ബി യൂസ്ഫുൾ ആയേക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ അതുകൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. സോ അതെല്ലാവരും കയറി നോക്കണം കേട്ടോ. ഇനി അടുത്ത 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്ലംസ്. സ്ലം ഏരിയ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. 15 എന്താണ്, ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെന്താണ്, ട്രാൻസ്പോർട്ട് ഡിസ്റ്റൻസ് ക്യാൻ ബി മെഷർഡ് ഇൻ 3 ways. 1 is kilometer distance, identify the other 2 ways and explain. സോ ട്രാൻസ്പോർട്ട് ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ട്രക്ക് ഫാമിങ്ങിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. പിന്നെന്താണ്, നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസ് കേട്ടോ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ, ഞാൻ അതിനകത്ത് ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സോ അത് നിങ്ങൾ നോക്കിയേക്കാം. ദെൻ മലയാളത്തിൽ പറയുമ്പോൾ ഹരിത വിപ്ലവത്തെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ധാതുക്കളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ്. എന്താണ്, സ്ഥാനത്തെ അടിസ്ഥാനമാക്കി തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഡിവിഷനാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വിവിധ ഖനന രീതികളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഉദ്ദിഷ്ട പ്രദേശ പദ്ധതിയുടെ 4 ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. 12ാമത് ടെക്നോപോളിസിനെ പറ്റിയിട്ട് ഡെഫിനീഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 13ാമത് എന്താ, ഗ്രാമീണ നാഗരിക വാസസ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 14 ചേരികൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 15 എന്താണ്, അനുകൂല വ്യാപാര മിച്ചവും പ്രതികൂല വ്യാപാര മിച്ചവും കമ്പാരിസൺ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 16ാമത് ഗതാഗത ദൂരം 3 തരത്തിൽ അളക്കാം. 1 കിലോമീറ്റർ ദൂരമാണ്, അങ്ങനെയെങ്കിൽ മറ്റ് 2 രീതികളും ഏതാണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 17 ട്രക്ക് ഫാമിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. 18 എന്താണ്, ഇന്ത്യൻ കാർഷിക രംഗം നേരിടുന്ന പലവിധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. ഇനി 3 മാർക്കിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിനാണ്. പിന്നെ എന്താണ്, ഐഡൻറ്റിഫൈ ദ ട്രാൻസ് കോണ്ടിനെൻ്റൽ റെയിൽവേ ലൈൻ ഷോൺ ഇൻ ദ ഗിവൺ മാപ്പ് ആൻഡ് മെൻഷൻ ഇൻ 2 of its ഈ മാപ്പ് വെച്ചിട്ട് എന്താണ്, ദാറ്റ് ഈസ് ട്രാൻസ് കോണ്ടിനെൻ്റൽ റെയിൽവേ ലൈന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 21ാമത്തെ ചോദ്യം ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറിയാണ് കേട്ടോ. അത് നമ്മുടെ സോഷ്യോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറിൻ്റെ പ്രധാനമായിട്ടൊരു 3 സ്റ്റേജുകൾ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, 22 ദ കോൺസെപ്റ്റ് ഓഫ് നിയോ ഡിറ്റർമിനിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ടുഡേ. അതായത് നിയോ ഡിറ്റർമിനിസത്തെ പറ്റിയിട്ടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് 3 മാർക്കിന്. പിന്നെ എന്താണ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ടു ക്യാപ്ചർ ആൻഡ് സ്റ്റോർ റെയിൻ വാട്ടർ ഫോർ വേരിയസ് യൂസസ്. സോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, നമ്മുടെ മഴവെള്ളത്തെ ശേഖരിച്ച് വെക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ 3 മെത്തേഡ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് the probability of not surviving till the age of 40 is one of the indicators to measure human poverty index. അപ്പോൾ find out the other 3 indicators എന്ന് പറഞ്ഞിട്ട് ആണ് വന്നിട്ടുള്ളത്. അതായത് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കാൻ വേണ്ടിയിട്ട്
എന്താണ് യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് അവിടെ ചോദിക്കുന്നത്. ഇനി അടുത്ത പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദ മെറിറ്റ്സ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ മേന്മകളാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെന്താണ് ഈ ഒരു ഭൂപടം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് റെയിൽപാത ദാറ്റ് ഈസ് ഭൂഖണ്ഡാന്തര റെയിൽപാത ഏതെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. മാപ്പ് വെച്ചിട്ടാണ്. ഇനി ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നവനിയതവാദത്തെ കുറിച്ചിട്ടാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെന്താണ് അതെ, മഴവെള്ള ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് 23ാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 3 മാർഗ്ഗങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മാനവ ദാരിദ്ര്യ സൂചിക അളക്കുന്നതിനായിട്ടുള്ള സൂചകങ്ങളെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വ്യോമഗതാഗതത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് മെറിറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക കേട്ടോ. ഇനി 26ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് എവല്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് പീരീഡ്സ് ഇന്ത്യൻ ടൗൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. സോ ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് എവല്യൂഷൻ അനുസരിച്ചുള്ള ടൗൺസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ടൗൺസിനെ തരംതിരിച്ചിട്ടുള്ളതാണ് 3ആയിട്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത് 4 മാർക്കിൻ്റെ സെക്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. സോ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ദ അഗ്രികൾച്ചർ സിസ്റ്റം ഷോൺ ഇൻ ദ ഗിവൻ മാപ്പ് ഓഫ് ദ വേൾഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ബൈ യൂസിങ് ദ ഗിവൻ ഹിൻറ്റ്. ഓക്കെ, മാപ്പ് റിലേറ്റഡ് ആണ് എഗെയിൻ വന്നിട്ടുള്ളത്. സോ അതിൻ്റെ മലയാള മീഡിയത്തിലുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോകാം. വിവിധ കാലങ്ങളിൽ സംഭവിച്ച പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ 3ആയി വർഗീകരിക്കാം. ചാർട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നഗരങ്ങളുടെ ആ ഒരു വർഗീകരണവുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ളത്. അത് നോക്കുക. പിന്നെ ഒരു മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് 4 മാർക്കിൻ്റെയാണ്. സെക്ഷൻ ഡിയിലല്ലേ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ബാക്കി തിയറി ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ എന്താണ് സ്വാധീനിക്കുന്ന ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അനലൈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് അഡ്വാൻറ്റേജസ് ആണ്. ഡിസ്ക്രൈബ് ദ 4 ഡിസ്റ്റിങ് ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. പോപ്പുലേഷൻ ഗ്രോത്ത് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് 4 മാർക്കിന്. ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ദ റോ മെറ്റീരിയൽസ് യൂസ്ഡ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ് ഐഡന്റിഫൈ ആൻഡ് മാർക്ക് ദ ഫോളോവിങ് ജോ ഇൻഫർമേഷൻ ഓൺ ദ ഗിവൻ. ഇതിനോടൊപ്പം അനുബന്ധിച്ചൊരു മാപ്പ് തന്നിട്ടുണ്ടല്ലോ. സോ ആ ഒരു മാപ്പിൽ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 4 മാർക്കിനാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇനി മലയാളത്തിൽ പറയുമ്പോൾ ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജലഗതാഗതത്തിൻ്റെ മേന്മകളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചയുടെ 4 വ്യത്യസ്ത ഘട്ടങ്ങളെ പറ്റിയിട്ട് വിവരിക്കാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. 31ാമത് എന്താണ് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ വ്യവസായങ്ങളെ തരംതിരിച്ച് വിശദീകരിക്കുക. 4 മാർക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. ദെൻ അടുത്ത ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ഭൂപടം. സോ ഇത്രയാണ് 2025 നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താക്കുക, നിങ്ങൾ ഇതിൽ ചോദിച്ചിട്ടുള്ളതൊക്കെ എടുത്ത് സ്പെഷ്യലായിട്ടൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താണ് നമ്മുടെ 2024 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെയാണ് കേട്ടോ. 2 മാർക്കിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. 1 വേർഡ്സ് ഉണ്ട്, ഞാനത് പറയുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഫോളോവിങ് ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി. ദാറ്റ് ഈസ് ഇൻ്റർഫെയർസ് വിത്ത് ദ ഡിസിപ്ലിൻ ഓഫ് ഡെമോഗ്രഫി. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ഇൻ്റർഫേസ് വിത്ത് ദ ഡിസിപ്ലിൻ ഓഫ് എക്കണോമിക്സ്. ദെൻ എവിടെ നോക്കട്ടെ, ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ മലയാളത്തിൽ. ചുവടെ നൽകിയിരിക്കുന്ന മാനവിക ഭൂമിശാസ്ത്ര മേഖലകളെ തിരിച്ചറിയുക. ജനസംഖ്യ ശാസ്ത്ര വിഷയമായി സമ്പർക്കമുള്ള മേഖല, സാമ്പത്തിക ശാസ്ത്ര വിഷയമായി സമ്പർക്കമുള്ള മേഖല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ലിസ്റ്റ് എനി 2 ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോളസെൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അഡോളസെൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. 2 മാർക്കാണ്. ക്ലാസിഫൈ ദ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് ബേസ് ചെയ്ത് ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ് ഹ്യൂമൻസിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. എയർ പൊല്യൂഷൻ മെയിൻ ഉറവിടങ്ങൾ മീൻസ് സോഴ്സസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബൈലാറ്ററൽ ട്രേഡ് മൾട്ടിലാറ്ററൽ ട്രേഡ് എന്താണെന്നുള്ളത് കമ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം 2 മാർക്കാണ്. ഇനി എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് 4 അപ്രോച്ചസ്, 4 അപ്രോച്ചസ്, അത് നിങ്ങൾ നോക്കുക. ഇനി ഐഡൻറ്റിഫൈ ദ 2 ടൈപ്സ് ഓഫ് പോർട്സ് ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. ഓക്കെ, ലൊക്കേഷൻ ബേസ്ഡ് പോർട്സിൻ്റെ 2 ടൈപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. കാറ്റഗറൈസ് ദ മൈനിങ് ആക്ടിവിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ദ മോഡ് ഓഫ് ഒക്വയറൻസ് ഓഫ് ദ ഓർ മൈനിങ് ആക്ടിവിറ്റി. പിന്നെന്താണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മീനിങ് ഫുൾ ലൈഫ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൽ മീൻസ് ഈ PYQs കാണിച്ചു തന്നിട്ടില്ലേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾ വീണ്ടും പഠിച്ചിട്ട് പോവുക കേട്ടോ. കാരണം ചോദിച്ചിട്ടുള്ളതാണല്ലോ. ഇനി അടുത്ത് നമ്മുടെ 3 മാർക്കിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. സോ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, നേരത്തെയും ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി മേക്ക് എ നോട്ട് ഓൺ ദി ഫ്യൂച്ചേഴ്സ് ഓഫ് നോളജ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിങ്ങിനെ പറ്റിയിട്ട്. ദെൻ
മലയാളത്തിലാണ് കേട്ടോ ഈ ഒരു പേജിൻ്റെ. ഇന്ത്യയിലെ കൗമാരക്കാർ നേരിടുന്ന ഏതെങ്കിലും 2 പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ വർഗ്ഗീകരിക്കുക. ട്രാൻസ് ഹ്യൂമൻസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. വായു മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരത്തെയും ബഹുകക്ഷി വ്യാപാരത്തെയും താരതമ്യം ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. മാനവ വികസനത്തിലെ 4 സമീപനങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം എത്ര മാർക്കിൻ്റെയാണ്? യെസ്, നമ്മുടെ അതെ, 3 മാർക്കിൻ്റെ സെക്ഷനാണ്. ദെൻ അടുത്ത സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള 2 തരം തുറമുഖങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയിരിൻ്റെ നിക്ഷേപ രീതിയുടെ അടിസ്ഥാനത്തിൽ ഖനന പ്രവർത്തനങ്ങളെ വർഗ്ഗീകരിക്കുക. അതാണ് 14ാമത്തെ ചോദ്യം. 15 എന്താണ്? അർത്ഥവത്തായ ജീവിതത്തെക്കുറിച്ചിട്ട് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ ഇനി അടുത്ത നമ്മുടെ സോറി കേട്ടോ, ഇത് നമ്മുടെ 2 മാർക്കിൻ്റെ സെക്ഷനിലാണ്. ഈ 7 മുതൽ എന്താണ് 15 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 3 മാർക്കിൻ്റെ സെക്ഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്? ജലഗതാഗതത്തിൻ്റെ മേന്മകളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ജ്ഞാന സംസ്കരണ പുറം കരാറുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഇപ്പോഴും നോക്കി പഠിച്ചിട്ട് പോവാട്ടോ. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ള 18ാമത്തെ ചോദ്യം 3 മാർക്കിന് തന്നെയാണ്. ലിസ്റ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ റൂറൽ സെറ്റിൽമെൻറ്റ്സും അർബൻ സെറ്റിൽമെൻറ്റ്സിന് ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ലാൻഡ് ഫാമിംഗ് വെറ്റ് ലാൻഡ് ഫാമിങ്ങിന് കമ്പയർ ചെയ്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ സീ റൂട്ട് വിച്ച് ഈസ് അതർവൈസ് കോൾഡ് ബിഗ് ട്രങ്ക് റൂട്ട്. ഓക്കെ, മെൻഷൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദിസ് റൂട്ട്. ഓക്കെ, സോ ബിഗ് ട്രങ്ക് റൂട്ടിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക. ഇനി 21ാമത്തെ ചോദ്യം അറേഞ്ച് ദ ഫോളോവിങ് ടൗൺസ് ഇൻ സ്യൂട്ടബിൾ കോളംസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സജസ്റ്റ് എനി 3 മെഷേഴ്സ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് കോപ്പർ ആസ് എ മിനറൽ. കോപ്പർ ഒരു മിനറൽ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് എനി 3 ഫ്യൂച്ചേഴ്സ് ഓഫ് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് 2025 എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടതാണ്. അപ്പോൾ ഇനി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കി പഠിക്കുക. ഇനി സജസ്റ്റ് എനി 3 മെഷേഴ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് പോപ്പുലേഷൻ കൺട്രോൾ. നമ്മുടെ ജനസംഖ്യനെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇത് 3 മാർക്കിൻ്റെ സെക്ഷൻ തന്നെയാണ്. നോക്കുക. ഗ്രാമീണ വാസസ്ഥലങ്ങളും നഗരവാസ സ്ഥലങ്ങളും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ വരണ്ട നില കൃഷിയും ഈർപ്പനില കൃഷിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബ്രിക്ക് ട്രങ്ക് റൂട്ടിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി സുസ്ഥിര വികസനത്തെ പറ്റിയിട്ടുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള 3 മാർഗ്ഗങ്ങളെ പറ്റിയിട്ട്. 23ാമത്തെ ചോദ്യം ഒരു ധാതു എന്ന നിലയിൽ ചെമ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 24ാമത്തെ ചോദ്യം ഗാർഹിക വ്യവസായങ്ങളുടെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ്. 25 മഴവെള്ള ശേഖരണത്തിൻ്റെ മേന്മകൾ സൂചിപ്പിക്കുക. 26 ജനസംഖ്യ നിയന്ത്രണത്തിന് സഹായകമാകുന്ന ഏതെങ്കിലും 3 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ 4 മാർക്കിൻ്റെ സെക്ഷനാണ്. ലിസ്റ്റ് ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലെയിൻ എനി വൺ എമംഗ് ദം. ഓക്കെ, 28 എമംഗ് ദ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ്റർനെറ്റ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വൺ, ഗീവ് റീസൺസ്. ഇൻ്റർനെറ്റ് റിലേറ്റഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി 29 റൈറ്റ് എനി 4 ഫീച്ചേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ലീവ് സ്റ്റോക്ക് റിയറിങ്ങിൻ്റെ 4 സവിശേഷതയാണ്. 30ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ 4th ഫേസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. 4ാം ഘട്ടം 4th ഫേസ് എഴുതാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 31 എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മലയാളം മീഡിയം ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്ര ഘടകങ്ങളെ പട്ടികപ്പെടുത്തുക. അവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് വിശദീകരിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തിപര ആശയവിനിമയ വ്യവസ്ഥകളിൽ ഏറ്റവും ഫലപ്രദം ഇൻ്റർനെറ്റാണ്. അതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി വാണിജ്യ അധിഷ്ഠിത മൃഗപരിപാലനത്തിൻ്റെ ഏതെങ്കിലും 4 പ്രത്യേകതകളെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചയുടെ 4ാമത്തെ ഘട്ടത്തെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 31ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് 24 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് 2023 +2 ജോഗ്രഫി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ക്രൂഡ് ബർത്ത് റേറ്റും ക്രൂഡ് ഡെത്ത് റേറ്റും ഡിഫറൻഷ്യേറ്റ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് നോക്കുക. ദെൻ ലിസ്റ്റ് എനി 2 പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. നേരത്തെ നമ്മൾ റൂറൽ സെറ്റിൽമെൻറ്റ്സും അർബൻ സെറ്റിൽമെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. ഇനി വാട്ട് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത്, ഹൗ ഈസ് നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അനലൈസ്ഡ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഇനി ട്രാൻസ് ഹ്യൂമൻസ് നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹ്യൂമൻസ് നോക്കുക, എക്സാമിനോട് ചോദിച്ചിട്ടുണ്ട്, ഡെഫിനേഷൻ ഉൾപ്പെടെ. ഇനി ഏതെങ്കിലും 2 ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പേര് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏതെങ്കിലും 2 ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൻ്റെ പേര്.
പേര്. മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ബൈലേറ്ററൽ ട്രേഡ്, നേരത്തെയും കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ, ബൈലേറ്ററൽ ട്രേഡ് മൾട്ടിലേറ്ററൽ ട്രേഡ്. അപ്പോൾ ഇനിയും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസിൻ്റെ 2 അഡ്വാൻറ്റേജസ്, ഇത് നമ്മൾ നേരത്തെ കണ്ട ചോദ്യമാണ്. അപ്പോൾ ഇനിയും ഇത് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. 8ാമത്തെ ചോദ്യം എന്താണ്? ഹൗ ഡു എമിഗ്രേഷൻ ഡിഫർ ഫ്രം ഇമിഗ്രേഷൻ? ഇമിഗ്രേഷൻ നോക്കിയിട്ട് പോവുക. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് പ്രോഡക്റ്റ് ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഐഡന്റിഫൈ ദം അഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നേരത്തെ ചോദിച്ചതായിരുന്നു. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് പോർട്സ് ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ, അല്ലെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം 2 മാർക്കിൻ്റെ സെക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി എന്താണ് അതിൻ്റെ മലയാളം എഴുത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്രൂഡ് ജനന നിരക്കും ക്രൂഡ് മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. വികസ്വര രാജ്യങ്ങളിലെ ഗ്രാമീണവാസ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജനസംഖ്യ വളർച്ച എന്നാൽ എന്ത്? സ്വാഭാവിക ജനസംഖ്യ വളർച്ച വിശകലനം ചെയ്യുന്നത് എങ്ങനെ, അതും ചോദിച്ചിട്ടുണ്ട്. അത് ജനസംഖ്യ വളർച്ച ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോണേ. ട്രാൻസ് ഹ്യൂമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉദാഹരണം ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാ. ഇന്ത്യയിലെ ഏതെങ്കിലും 2 ആണവോർജ്ജ നിലയങ്ങളുടെ പേരെഴുതാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരം ബഹുകക്ഷി വ്യാപാരം നേരത്തെ കണ്ടതായിരുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനിയും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഏതെങ്കിലും 2 മേന്മകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്? ദേശാന്തര ഗമനം അതുപോലെ തന്നെ ദേശാന്തര ആഗമനത്തിൽ നിന്നും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, എന്താണ് കമ്പാരിസൺ മോഡലിൽ പഠിച്ചിട്ട് പോവുക. 9 ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ 2ആയി വർഗീകരിക്കാം, അവയെ തിരിച്ചറിയുക. 10 സ്ഥാനം അടിസ്ഥാനമാക്കി തുറമുഖങ്ങളെ തരംതിരിക്കുക, ഇത് നേരത്തെയും കണ്ടതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കിയിട്ട് പോവുക. ഇനി അടുത്ത 3 മാർക്കിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ 3 അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ടു ടേക്ക് ക്വിക്ക് സ്റ്റെപ്സ് ടു അഡോപ്റ്റ് എഫക്റ്റീവ് മെഷേഴ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ. അഗെയിൻ വന്നിട്ടുണ്ട് വാട്ടർ കൺസർവേഷൻ റിലേറ്റ് ചെയ്തിട്ട്. സോ ആ വാട്ടർ കൺസർവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ നന്നായിട്ട് വായിച്ചിട്ട് പോകുക കേട്ടോ. ലിസ്റ്റ് ഇനി എന്താണ് 3 ഫ്യൂച്ചേഴ്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത ഹൗ ആർ ഇന്ത്യൻ ടൗൺസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എവല്യൂഷൻ, ഗിവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഉൾപ്പെടെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 15 സജസ്റ്റ് എനി 3 മെഷേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നേരത്തെയും ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചിട്ട് പോവുക. ഇനി ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് നിയോ ഡിറ്റർമിനിസം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ നിയോ ഡിറ്റർമിനിസത്തെ പറ്റിയിട്ട് നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, എവിടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ 3 വേസ് ടു മെഷർ ദ ട്രാൻസ്പോർട്ട് ഡിസ്റ്റൻസ്. 18 ഫൈൻഡ് ഔട്ട് 3 ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അപ്പോൾ എവിടെയും വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നോർത്തേൺ അറ്റ്ലാന്റിക് സീ റൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് ബിഗ് ട്രങ്ക് റൂട്ട്. കമൻറ്റ് ഓൺ ഇറ്റ്. ബിഗ് ട്രങ്ക് റൂട്ടിനെ പറ്റിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വീണ്ടും നിങ്ങളെടുത്ത് പഠിക്കുക കേട്ടോ. ദെൻ ഡിസ്കസ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് സർഫേസ് മൈനിങ്ങിൻ്റെ ഫ്യൂച്ചേഴ്സ്. ഓക്കെ, സോ നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. റോഡ് ഗതാഗതത്തിൻ്റെ ഏതെങ്കിലും 3 മേന്മകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. തോട്ടവിള കൃഷിയെ പറ്റിയിട്ടാണ് അടുത്ത, അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പട്ടണങ്ങളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു, ഓരോന്നിനും അനുയോജ്യമായ ഉദാഹരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ സുസ്ഥിര വികസനത്തിനായുള്ള ഏതെങ്കിലും 3 മാർഗ്ഗങ്ങൾ, സുസ്ഥിര വികസനം റിലേറ്റഡ് അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ചോദിക്കുന്നത്. നിയതവാദം ആവിഷ്കരിച്ചതാര്, ഈ ആശയത്തെക്കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാനും പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗതാഗത ദൂരം അളക്കുന്നതിനുള്ള 3 മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. 18 എന്താണ്, ഇന്ത്യയിലെ ഗ്രാമീണ വാസസ്ഥലങ്ങളും നഗരവാസസ്ഥലങ്ങളും തമ്മിലുള്ള 3 അടിസ്ഥാന വ്യത്യാസങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. 19 ഉത്തര അറ്റ്ലാന്റിക് സമുദ്ര പാതയെ ബിഗ് ട്രങ്ക് റൂട്ട് എന്നറിയപ്പെടുന്നു, അഭിപ്രായം രേഖപ്പെടുത്തുക. ബിഗ് ട്രങ്ക് റൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉപരിതല ഖനനത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ 4 മാർക്കിൻ്റെ സെക്ഷനാണ്. 21ാമത്തെ ചോദ്യം, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഹൈവേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ ഹൈവേസ്, ദേശീയ പാതകളെ പറ്റിയിട്ട് ഇതാണ് ചോദിക്കുന്നത് 4 മാർക്കിന്. ഐഡന്റിഫൈ ദ 4 പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നേരത്തെയും കണ്ടിട്ടുണ്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. സോ അത് പഠിക്കുക കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ഡിഫറൻഷിയേറ്റ് ദ ലാസ്റ്റ് 2 phases ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഫ്രം 1951 ടു ടിൽ പ്രസന്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് ബേസ് ചെയ്തിട്ടാണ്. ഇനി ഡിസ്ക്രൈബ് എനി 4 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. 25 എന്താണ്, ഐഡന്റിഫൈ എനി 4 പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ, എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം. അല്ലേ, നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ കണ്ടതല്ലേ, ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെൻഷൻ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, റൈറ്റ് ആൻഡ് നോട്ട് ഓൺ എനി വൺ ഓഫ് ദം. പിന്നെ നമ്മുടെ മാപ്പിൻ്റെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെയൊക്കെ മലയാളം കൂടി നമുക്ക് നോക്കാം. 4 മാർക്കിൻ്റേതാണ്. ഇന്ത്യയിലെ ദേശീയപാതകളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വിവരണം എഴുതാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ മാനവ വികസനത്തിൻ്റെ 4 തൂണുകൾ പറ്റിയിട്ട് എഴുതാൻ ചോദിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെക്കുറിച്ച് വിശദീകരിച്ചാൽ മതി കേട്ടോ.
ഇന്ത്യൻ ജനസംഖ്യാ വളർച്ചയിലെ 1951 മുതൽ ഇന്നേ വരെയുള്ള അവസാന 2 ഘട്ടങ്ങളെ വേർതിരിച്ചെഴുതുക. വ്യവസായങ്ങളുടെ സ്ഥാനത്തെ നിർണ്ണയിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങളെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ദെൻ ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കേട്ടോ, 4 പ്രശ്നങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, 4 മാർക്കിനാണല്ലോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നോക്കിയിട്ട് പോകണം. ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്ര ഘടകങ്ങളെ പരാമർശിക്കുക, അവയിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, 27ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മാപ്പാണ് കേട്ടോ. ചുവടെ നൽകിയിട്ടുള്ള ഭൗമ വിവരങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ഭൂപട എന്താണ് രൂപരേഖയിൽ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ആക്ച്വലി മീൻ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് 3 വർഷത്തെ മീൻസ് കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് നടന്ന 3 വർഷത്തെ +2 ജോഗ്രഫിയുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എന്താ പറയുക 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത്, നമ്മൾ പരിചയപ്പെടുത്തി അല്ലേ, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ആ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ കൂടി കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇതൊക്കെ നിങ്ങൾ വീണ്ടും ആ ടോപ്പിക്ക് കവർ ചെയ്ത് പഠിച്ചിട്ട് പോവുക, എല്ലാ ക്വസ്റ്റ്യൻസും കേട്ടോ. ഈ PYQസിൽ നമ്മളിപ്പോൾ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം PYQസിൽ തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഓക്കെ, ദെൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അഗെയിൻ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫി എടുക്കാത്തത്, ഞാൻ ജോഗ്രഫി പഠിച്ചിട്ടുള്ള ഒരാളല്ല കേട്ടോ. ഞാൻ 10 വരെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ സോഷ്യോളജി ആയിരുന്നു +2ലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോസൊന്നും എടുക്കാത്തത്. സോഷ്യോളജിക്ക് ആണെങ്കിൽ എനിക്ക് അത് അറിയാൻ കറക്റ്റായിട്ട്. അപ്പം ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ആ ഒരു ടച്ച് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്തത്. അതും നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. സോ എന്താണ്, ജസ്റ്റ് ഒരു ഐഡിയ, ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മീൻസ് ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു വീഡിയോ കൂടി കാണുക കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുകൂടി കാണുക. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലെ PYQs അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതും. ഞാനത് നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൂടി ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കൂ. ചെറിയൊരു വീഡിയോ ആണ്. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, സോ പിന്നെ നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളുണ്ടല്ലോ, പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ, അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ. താങ്ക് യു.